ആറ്റിങ്ങൽ ചെങ്കുളത്ത് മഹാദേവ ക്ഷേത്രത്തിൽ നിർമ്മിച്ച 41 അടി ഉയരമുള്ള അലങ്കാര ഗോപുരവും ആനക്കൊട്ടിലും സമർപ്പിച്ചു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ സമർപ്പണം നടത്തി. ശിവപുരാണമാണ് അലങ്കാര ഗോപുരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രതന്ത്രി പുതുമന നാവൂന്നരൻ നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം കവലയൂർ സുനിൽ ബാബുവാണ് നിർമ്മാണം നടത്തിയത്. സിമൻ്റ് കൊണ്ടാണ് നിർമ്മാണം. 14 അടി ഉയരവും 2 മീറ്റർ വീതിയും ഉള്ള ഗോപുരവാതിൽ 4 പേർ ചേർന്ന് സംഭാവന ചെയ്ത 6 തേക്ക് മരങ്ങളിൽ നിന്നുള്ള പലക കൊണ്ടാണ് നിർമ്മിച്ചത്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ആർ വിജയകുമാർ, സെക്രട്ടറി രാജേന്ദ്രൻ നായർ, ട്രഷറർ അജിത് കുമാർ എന്നിവരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത്. ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ 50 ലക്ഷത്തിലധികം രൂപയാണ് നിർമ്മാണത്തിനായി കണ്ടെത്തിയത്. ഗോപുരത്തിൽ ഇനി പെയിൻറിംഗ് ജോലികൾ അടുത്ത വർഷം പൂർത്തിയാക്കുമെന്ന് നിർമ്മാണ ഭാരവാഹികൾ പറഞ്ഞു. ഈ മഹാശിവരാത്രി നാളിൽ നാട്ടിനും നാട്ടുകാർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ശിവായ എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട തിരുമേനി, കുട്ടികൾക്കും നമസ്കാരം. ആദ്യമായിട്ട് എന്നെ വിളിച്ചതിൽ വളരെ 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 സന്തോഷമുണ്ട്. മനോഹരമായ ഒരു ക്ഷേത്രം, മനോഹരമായ ഗോപുരം. ശരിക്കും ഗോപുരം എന്ന് പറഞ്ഞാൽ ചിത്രപ്രസൻ്റെ പാദമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ പാദം നന്നായിരിക്കുമ്പോൾ ബാക്കി എങ്ങനെയാണ് പറയണ്ടല്ലോ. ഇവിടെ എനിക്ക് വേറെ ഒരു സന്തോഷം വന്നത്, ഇവിടെ ആ പഴയ ആചാരം അനുസരിച്ച് ഉടുപ്പൂരി തന്നെ കയറണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ മിക്ക ക്ഷേത്രങ്ങളിലും പല സ്വന്തമായിട്ടുള്ള നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്തിൽ പല ക്ഷേത്രങ്ങളിൽ നമ്മുടെ തിരുവനന്തപുരത്ത് ചുരിദാറിൻ്റെ കേസ് നടക്കുകയാണ്, ഇപ്പോഴും ഹൈക്കോടതി നടക്കുകയാണ്. നമ്മുടെ ആചാരങ്ങൾ നമ്മളെന്നും അതുപോലെ തന്നെ പാലിക്കണം. ഉടുപ്പൂരി കയറുന്നതിന് ഞാൻ പണ്ട് മനസ്സിലാക്കിയത്, ഉടുപ്പ് നമ്മുടെ ആണുങ്ങൾക്ക് നെഞ്ചിൻ്റെ അവിടേക്കുമാണ് ഭഗവാന്റെ ചൈതന്യം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഉടുപ്പൂരി പോകുന്നത്. പണ്ടത്തെ കാലത്ത് സ്ത്രീകൾ കുങ്കുമ പൊട്ട് തൊട്ടുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് നെറ്റിയുടെ അവിടേക്കുമാണ് ഈശ്വരൻ്റെ ചൈതന്യം കിട്ടുന്നത്. അതൊക്കെ ഇന്നിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ തെളിവ് എന്താണ്, എവിടെ റെക്കോർഡുണ്ട്, അതൊക്കെ പറയാനില്ല. ഇതെല്ലാം ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞ ഒന്നുകൂടെ സന്തോഷം. നാളെ ശിവരാത്രിയും കൂടെയാണല്ലോ. ഞാൻ പരമശിവൻ കിടക്കുന്ന ഒരു അമ്പലത്തിൽ, പള്ളികൊണ്ടേശ്വരം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഒരു 4-5 വർഷം പോയി പോകാനിടയായി. ശരിക്കും കംപ്ലീറ്റ് അനന്തശേന പ്രതിഷ്ഠയാണ്. അത് തമിഴ്നാട് ആന്ധ്ര ബോർഡറിൻ്റെ അവിടെയാണ് ആ ക്ഷേത്രം. ശിവൻ കാളകൂടവശം കഴിച്ച് കിടക്കുന്നതാണ് അവിടുത്തെ ഐതിഹ്യം. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അതൊന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ്. വളരെ മനോഹരമായ ശിവൻ്റെ ഒരു അമ്പലമാണ്. ഇതും വളരെ മനോഹരമായ ക്ഷേത്രമാണ്. ഭഗവാൻ അനുഗ്രഹത്തെ നാട്ടിനും നാട്ടുകാർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം എന്തോ ഉണ്ടാവട്ടെ. നാളെ ശിവരാത്രിയും കൂടെ വരികയാണല്ലോ. ബാക്കി എല്ലാവർക്കും ഓരോ തിരക്കുകളുണ്ട്. അതുപോലെ തന്നെ എന്നെയും ഇവിടുന്ന് വിടവാങ്ങാൻ എല്ലാവരെയും അനുവദിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശംഭോ മഹാദേവ. നന്ദി.